ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർക്കുണ്ട്. ഇത് മുഴുവൻ മാറിയിട്ട് നിങ്ങൾക്ക് സാക്ഷിയാകാൻ പറ്റുമോ? പറ്റില്ല. ഇനി അടുത്തൊരു ഗൗരവമേറിയ ചോദ്യം ചോദിക്കുക. ഏത് കാര്യത്തിനും രണ്ട് വശമുണ്ട്. ബാലൻസ് ചെയ്ത് പോയില്ലേ നമ്മൾ കുഴഞ്ഞു പോകും. രോഗം മുഴുവൻ മാറിയിട്ട് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മുടെ ഇടയിലെ ഒരു സീനിയർ പാസ്റ്റർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, രോഗി സൗഖ്യമായി. അത് കഴിഞ്ഞ് പാസ്റ്റർക്ക് ശ്വാസം മുട്ടല, ഉള്ളിൽ ഇരുന്ന് ശ്വാസം വലിക്കുക. അപ്പോൾ ഒരു വിമർശകൻ അവിടെ വന്ന് ചോദിക്കുക, വൈദ്യ നിനക്ക് നിന്നെ തന്നെ സൗഖ്യമാക്കാൻ മേലേ? നിങ്ങൾക്കറിയാൻ മേലെങ്കിൽ ചരിത്രം വായിച്ചു നോക്കിക്കോളൂ. ദൈവം ഉപയോഗിച്ച് പല ഭക്തന്മാരും അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവർ വേറൊരു വശത്ത് വേദന എടുത്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ദൈവദാസന്റെ ചരിത്രം വായിച്ചു. 100-150 രോഗികൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചു. തൽക്ഷണം പലരും സൗഖ്യമായി. ആ സമയത്ത് ഉള്ളിൽ അദ്ദേഹം കരയുക, കർത്താവേ, ഈ കൂട്ടത്തിൽ എന്നെ കൂടെ സൗഖ്യമാക്കിക്കൂടെ? ഈ കൂട്ടത്തിൽ എനിക്കൊരു സൗഖ്യം തന്നുകൂടെ? അദ്ദേഹം കഠിനമായ ബ്ലീഡിങ് ആ സമയത്ത് അനുഭവിക്കുകയാണ്, വയറ്റിലെ കംപ്ലൈൻറ്റ് നിമിത്തം. തൻ്റെ ഇന്നർ ഡ്രസ്സ് നനയുകയാണ് ആ സമയത്ത്. അപ്പോഴും താൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അനുഭവിക്കുന്നവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ, അല്ലാത്തവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. വാസ്തവത്തിൽ ഞാൻ അതിൻ്റെ തിയോളജി എനിക്കറിയില്ല. എന്നാലും പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് ഒരു ഉണർവിലേക്ക് പോകാൻ സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ശ്രദ്ധിച്ച് പ്ലീസ്. എനിക്ക് മനസ്സിലായ വേദശാസ്ത്രം ഞാൻ പറയാം. എനിക്ക് രോഗവും ദുഃഖവും ഉള്ളപ്പോൾ മാത്രമേ എനിക്ക് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മനസ്സലിവുണ്ടാകുകയുള്ളൂ. എനിക്ക് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മനസ്സലിവുണ്ടാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ ആർക്കും സൗഖ്യം ആവശ്യമില്ലെങ്കിലും എനിക്ക് സൗഖ്യം ആവശ്യമുണ്ട് എന്ന് ഇന്ന് ഓരോ യോഗത്തിനിടയിലും കർത്താവേ, ഒരു സൗഖ്യം, ഒരു വിടുതൽ എനിക്ക് വേണമെന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാലും ഇല്ലേലും ഞാൻ പറയാറുണ്ട്. പൂർണ്ണമായി രോഗസൗഖ്യം കിട്ടിയിട്ട് നിങ്ങൾക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാൻ കഴിയില്ല. 4, പൂർണ്ണമായി ഫ്രീ ആയ ശേഷം നിങ്ങൾക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റുമോ? സാക്ഷിയാകാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ജോലി ഒന്ന് തീർത്തിട്ട്, പിള്ളേരുടെ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട്, പിന്നെ വീടിൻ്റെ അക്കാടവും കൂടി ഒന്നങ്ങ് തീർത്തിട്ട്, പിന്നെ ഇപ്പോഴത്തെ വണ്ടി ഒന്ന് മാറി ഒരു പുതിയ വണ്ടി മേടിച്ചിട്ട്, പിന്നെ നാട്ടിൽ ചെന്ന് എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടിട്ട്, ഒന്നും നടക്കുകയില്ല കേട്ടോ, ഒന്നും നടക്കുകയില്ല. ഈ ഉള്ളത് വെച്ചുണ്ടെങ്കിൽ തുടങ്ങിക്കൊണ്ടാൽ മതി. കൊച്ചിനെ കെട്ടിച്ച് കഴിയുമ്പോൾ പിറ്റേ വർഷം കൊച്ചിൻ്റെ പ്രസവമാവും. അതുകൊണ്ട് അത് അങ്ങനെയൊന്നും പണി തീർക്കാൻ നോക്കണ്ട. അത് കഴിയുമ്പോൾ ആ കൊച്ചിൻ്റെ കല്യാണമാവും. നിനക്ക് ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. പൂർണ്ണമായി നിന്റെ ജോലി തീർത്തിട്ട് സുവിശേഷ വേലയ്ക്ക് സാധ്യമല്ല. ഇപ്പോൾ ഉള്ള കണ്ടീഷനിൽ ഒരാളോടെങ്കിലും സാക്ഷ്യം പറയുക. അപ്പോൾ ദൈവം അടുത്ത ആളോട് പറയാൻ നിനക്ക് ബലം തരും, നിനക്ക് അവസരം തരും. സമയമില്ലെന്ന് പറയരുതേ, സമയമുണ്ട്. മുഴുവൻ ജോലി തീർത്തിട്ട് നിങ്ങൾക്കിത് സാധ്യമല്ല. 5 ചോദ്യം. സാമ്പത്തികമായി പൂർണ്ണ സുരക്ഷിതത്വം ലഭിച്ച ശേഷം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ? ഒരു നല്ല തുക ബാങ്കിലിട്ട് കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ? ചിന്തിച്ചു നോക്കിക്കോളൂ. നടക്കത്തില്ല, നടക്കത്തില്ല, നടക്കത്തില്ല. ഇറങ്ങിക്കോ. ദൈവം ഫണ്ടുണ്ടാക്കും. യഥാർത്ഥമായ ദൈവവേല ചെയ്ത് ആർക്കും ഫണ്ടിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എന്നാൽ ഫണ്ടിന് വേണ്ടി വേല ചെയ്തവരൊക്കെ മരണം വരെ ബുദ്ധിമുട്ടുകയും ചെയ്യും. പിണങ്ങരുത്. ആ വാചകം വേണേ ഒന്നുകൂടെ പറയാം. യഥാർത്ഥമായി ദൈവഹിതത്തിനനുസരിച്ച് വേല ചെയ്ത് ആർക്കും ഫണ്ടിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എന്നാൽ ഫണ്ടിന് വേണ്ടി വേല ചെയ്തവര് മരണം വരെയും ഫണ്ട് 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 ഫണ്ടെന്നും പറഞ്ഞ് സ്വപ്നം കണ്ട് മരിക്കും. 6, അംഗീകാരം ലഭിച്ച ശേഷം സാക്ഷിയാകാൻ പറ്റുമോ? എനിക്കൊരു കൊട്ടേഷൻ കിട്ടുകയായിരുന്നു, ഞാൻ നാളെ തൊട്ട് തുടങ്ങായിരുന്നു. 4 കൊട്ടേഷൻ കിട്ടിയാലും നീ പോകത്തില്ല. സ്തോത്രം. തെളിവുകളൊക്കെ ഇവിടുത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. മഗ്ദലക്കാരത്തി മറിയയ്ക്കോ ശമരിയ സ്ത്രീക്കോ പിറവിലെ കുരുടനായ മനുഷ്യനോ ചങ്ങല യേശു മുറിച്ചു വിട്ട ഭ്രാന്തനോ ഈ പറഞ്ഞ വല്ല സംഭവം ഉണ്ടായിരുന്നോ? ശബരിയാക്കാരത്തി പോയി ഒരു ഒറ്റ ഗ്രാമം മുഴുവൻ സ്ഥാനപ്പെടുത്തിയില്ലേ? അല്ലേ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നില്ലേ? അംഗീകാരം ഒരു വലിയ പ്രോബ്ലം തന്നെയാണ് കേട്ടോ. അതിപ്പോൾ വിവരിക്കേണ്ടതാണ്. എന്ത് കാര്യം ചെയ്താലും ഒരു അംഗീകാരം കിട്ടിയ ഒരു സുഖമുണ്ട്. എന്നാൽ സുവിശേഷ വേലയിൽ യഥാർത്ഥമായ അംഗീകാരം കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ല. അത് ദൈവം വെച്ചതാണെന്നേ. നിനക്കൊരു അംഗീകാരം തരാൻ പോണുണ്ട് കേട്ടോ.
നിനക്കൊരു അംഗീകാരത്തിന്റെ പരിപാടി ദൈവം പ്ലാൻ ചെയ്യുന്നുണ്ട്. അന്ന് നീ അവിടെ കാണണം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ അംഗീകാരം ലഭിക്കുന്നെങ്കിൽ മേടിച്ചു, പക്ഷെ അത് പൂർണ്ണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥമായി ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവൻ ആയി തീരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എങ്കിലും വേല ചെയ്തവരെ അംഗീകരിക്കാൻ സഭകൾക്ക് സാധിക്കുന്നെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ ആർക്കും അത് മനുഷ്യന്റെ കുറ്റമല്ല. അങ്ങനെയൊന്നും കാണാനൊന്നും മനുഷ്യർക്ക് കഴിവില്ലല്ലോ. അവരുടെ കുറ്റമല്ലത്. എല്ലാവരുടെയും വേലയുടെ വലിപ്പം മനസ്സിലാക്കി അവരെ ഓണർ ചെയ്യാൻ മാനുഷിക നേതാക്കൾക്ക് കഴിയില്ല. അവർ ബലഹീനരാ. നിന്റെ അധ്വാനത്തിന്റെ ആഴം, ആത്മാർത്ഥത മനസ്സിലാക്കുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന് മാത്രമേ നിന്നെ ആദരിക്കാൻ കഴിയുകയുള്ളൂ. അതിന്റെ സമയത്ത് അവൻ നിന്നെ ആദരിക്കും. ചോദ്യം 7. സഭാപ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് തീർന്നിട്ട് സാക്ഷിയാകാൻ പറ്റുമോ? ലോക്കൽ സഭ പ്രശ്നം, സെൻട്രൽ പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ഇതൊക്കെ തീർന്നിട്ടൊന്നും സാക്ഷിയൊന്നും ആകാനൊക്കത്തില്ല. അതൊക്കെ അങ്ങനെ കിടന്നോളൂ. കർത്താവ് 12 പേരെ തിരഞ്ഞെടുത്തതിൽ ഒരുത്തൻ പെശകായിരുന്നു. അപ്പൊ 12-1 വെച്ച് കൂട്ടിക്കോ. ഒരുവിധം അപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ അതെങ്ങനെ നടന്നുകൊണ്ടിരിക്കും, സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനെല്ലാം കൂടി ഒരു വാക്യം കൂടെ പറയാം. മത്തായി 6:33. മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പി, അതോടുകൂടി ഇതൊക്കെ ഇതിനൊക്കെ കിട്ടും. കിണർ കുഴിക്കുമ്പോൾ കുറ്റി പറഞ്ഞു പൊക്കോളും. കിണർ കുഴിക്കാനുള്ള സ്ഥലത്ത് കുറ്റി പറിക്കാൻ വേണ്ടി വേറെ പണിയൊന്നും ചെയ്യണ്ട. കിണറങ്ങ് കുഴിക്കുമ്പോൾ കുറ്റി തന്നെ പൊക്കോളും. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, സംഗതിയല്ല അതിൻ്റെ പുറകെ വന്നോളും. നിന്റെ ആവശ്യങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾ, നിന്റെ രോഗശാന്തി, നിന്റെ തലമുറകളുടെ ആവശ്യം, നിന്റെ കുടുംബത്തിൻ്റെ ആവശ്യം, നിന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യം, നിന്റെ ആരോഗ്യത്തിൻ്റെ പ്രശ്നം, ഇതെല്ലാം നീ ദൈവരാജ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം ചെയ്തോളും. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ഒന്നാമത് ചെയ്യേണ്ടത്, ഒന്നാമത് ചെയ്യുക, ബാക്കിയെല്ലാം പുറകെ വന്നോളും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. വളരെ നന്ദി, വളരെ നന്ദി, വളരെ നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.